Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മണ്ടൂർ അമ്പലം റോഡിന് സമീപം പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി കുളപ്പുറം ഒറന്നിടത്തുചാലിലെ KK ആദിത്യനാണ് മരണപ്പെട്ടത്. ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെ അമിത് ഷാ അവഹേളിച്ചു എന്നാരോപിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നു. DCC സെക്രട്ടറി AP നാരായണൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദയ ഖാദി കേന്ദ്രത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സെപ്പക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച തൃക്കരിപ്പൂർ തുടക്കമാവും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കും. ചാമ്പ്യൻഷിപ്പ് വിളംബരപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മണ്ടൂർ അമ്പലം റോഡിന് സമീപം പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കുളപ്പുറം ഒറന്നിടത്തുചാലിലെ KK ആദിത്യനാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മണ്ടൂർ അമ്പലം റോഡിന് സമീപം പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കുളപ്പുറം ഒറന്നിടത്തുചാലിലെ KK ആദിത്യനാണ് മരണപ്പെട്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ ജനാർദ്ദനന്റെയും പരേതയായ ജിജിയുടെയും മകനാണ്. സഹോദരി നക്ഷത്ര. മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സെന്റ് ജോസഫ് കോളേജിലും കൊയോങ്കരയിലും തുടർന്ന് കുളപ്പുറം ഒറന്നിടത്തുചാലിലെ വീട്ടിലും പൊതുദർശനത്തിനു ശേഷം മൃതദേഹം സംസ്കരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെ അമിത് ഷാ അവഹേളിച്ചു എന്നാരോപിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നു. DCC സെക്രട്ടറി AP നാരായണൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെതിരെ അമിത് ഷാ അവഹേളനം നടത്തി എന്നാരോപിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ലളിത, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, A രൂപേഷ്, N ഗംഗാധരൻ, VM പീതാംബരൻ, C പൂമണി, KP മോഹനൻ, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറോം, KT ഹരീഷ്, ആകാശ് ഭാസ്കർ, അർഷാദ് കവ്വായി, പുഷ്പ കോറോം എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദയ ഖാദി കേന്ദ്രത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദയ ഖാദി അങ്കണത്തിൽ കേരള രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഖാദി പ്രസ്ഥാനത്തിന്റെ ഒരു കർമ്മഭൂമിയാണ് പയ്യന്നൂർ. ദേശീയ പ്രസ്ഥാനത്തിന്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ, ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പാദസ്പർശവും എല്ലാം ഏറ്റ് പുണ്യം നിറഞ്ഞ ഒരു കർമ്മഭൂമി. കെ വി രമേശൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ഇ എ ബാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ വിനയ, വി കെ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 4 വരെ മേള നീണ്ടുനിൽക്കും. മേളയുടെ ഭാഗമായി ഖാദി കുപ്പടം മുണ്ടുകൾ, വിവിധയിനം വെള്ള കോടിമുണ്ടുകൾ, കാവിമുണ്ടുകൾ, ഫ്രഷ് റെഡിമെയ്ഡ് ഷർട്ടുകൾ, ജുബകൾ, ലേഡീസ് ടോപ്പുകൾ, മസ്ലിൻ, സിൽക്ക്, മനില ഷർട്ടിങ്ങുകൾ, പ്രകൃതിദത്തമായ ഫർക്ക ഡിലക്സ് ഉന്നക്കിടക്കകൾ, വിവിധയിനം ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, മറ്റ് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ ഭാഗമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% വരെ ഗവൺമെന്റ് റിബേറ്റും അനുവദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റിന് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന പവർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സ്റ്റേറ്റ് പവർ ഫെസ്റ്റ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജീവിത കർമ്മങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് കൂടിയാണ് ക്ലാസ് മുറികൾ വിഭജനപ്പെടുത്താൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനകരാണ്, ഒരു രാഷ്ട്രം രൂപപ്പെടുത്തുന്നവരാണ് എന്ന് പറയാൻ കാരണം. അത്തരത്തിലുള്ള നിങ്ങൾ ആരോഗ്യമുള്ളവരായി മാറണം. ആരോഗ്യമുള്ള തലമുറ, അതാണ് രാജ്യത്തിൻ്റെ അമൂല്യമായ നിധി. പ്രിയപ്പെട്ട മക്കളെ വഴിവെളിപ്പെടുത്തുന്ന ഒരുപാട് ദുഷ്കൃത്യങ്ങൾ, ദുരാചാരങ്ങൾ, ആവർത്തനമായ ലഹരി ഉപയോഗിച്ചു കുളിച്ചില ഇതിന് വ്യാപനം ഇതെല്ലാം ഉണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് 2024 മഹാത്മജി പുരസ്കാരം കരസ്ഥമാക്കിയ പയ്യന്നൂർ MLA TI മധുസൂദനന് സംഘാടക സമിതിയുടെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് CV രാജുവിനും സംഘാടക സമിതി ഉപഹാരം നൽകി. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകിയ പുരസ്കാരം VP പവിത്രൻ മാസ്റ്റർക്കും OK വിനീഷിനും മന്ത്രി നൽകി. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. V നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, കണ്ണൂർ ജില്ലാ സ്പോർട്സ് സൊസൈറ്റി പ്രസിഡന്റ് OK വിനീഷ്, റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ, VV ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നു. വിവിധ ദിവസങ്ങളിലായി സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പും സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പും നടക്കും. പവർ ഫെസ്റ്റ് ഡിസംബർ 24 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്കാരവും കലകളും സംരക്ഷിച്ച് വരും തലമുറക്ക് കൈമാറുകയും ചെയ്യുകയെന്ന കർമ്മം ശ്ലാഘനീയമാണെന്നും സംസ്കാരം നിലനിൽക്കണമെങ്കിൽ അത് അത്യാവശ്യമാണെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസ്താവിച്ചു. ഫോക്ലാൻഡിന്റെ 35ാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ആരംഭകാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ടും തൊടാതെയും ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ 35 വർഷങ്ങൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ ഒരു അവിശ്വസനീയതയുടെ വികാരം. പെട്ടെന്നാണ് കാലഘട്ടം കടന്നു പോകും. നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ സമൂഹത്തിന് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ വിശദമായ
മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമാണ്. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായിരുന്നു. സന്തോഷ് ജഗതാനെ, ഡോക്ടർ സജി പ്രഭാകർ, ഇ പി ബാലകൃഷ്ണൻ, ജഗദീഷ് ജനാർദ്ദനൻ, കലാമണ്ഡലം നാരായണൻ നമ്പീശൻ, സരള ഇടവലത്ത്, കെ സുരേശൻ എന്നിവർ സംസാരിച്ചു. ഉദിനൂർ മോഹനൻ രചിച്ച പരിസ്ഥിതി ഗാനങ്ങളുടെ CD പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. തുടർന്ന് ഉഷ, സുധ, കലേഷ് കരുണാകരൻ, ലത, തീർത്ഥാജയൻ, ധനശ്രീ കൃഷ്ണൻ, അൽക്ക തുടങ്ങിയവർ പരിസ്ഥിതി ഗാനം ആലപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ കോൽക്കളിയും അരവ് പാട്ടും അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റി പാനൂർ കുന്നോത്ത് പറമ്പലിലെ കെ നാണി എന്ന 78-കാരി. അന്യം നിൽക്കുന്ന അരവ് പാട്ടും കല്യാണപ്പാട്ടും നിലനിർത്തുന്ന അവസാന കണ്ണികളിൽ ഒരാളാണ് പ്രായം തളർത്താത്ത ഈ കലാകാരി. 71-ാം വയസ്സിലും പ്രായത്തിൻ്റെ യാതൊരു അവശതയും ഇല്ലാതെ പ്രസരിപ്പോടെ ചുറുചുറുക്കോടെ ഇരിക്കുന്ന നാണിയമ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കോൽക്കളി മാത്രമല്ല, അരവ് പാട്ടും അമ്മയ്ക്ക് ഹൃദ്യസ്ഥമാണ്. ആ കാഴ്ചകളും അവരുടെ കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടറിയാം. കുന്നൂത്തുപറമ്പിലെ നാണിയമ്മയ്ക്ക് 78 വയസ്സുണ്ട്. 78-ാം വയസ്സിലും ചുവട് പിഴയ്ക്കാതെ നാണിയമ്മ കോൽക്കളി അവതരിപ്പിക്കും. ചെറുപ്പക്കാരേക്കാൾ അല്പം ആവേശം നാണിയമ്മയ്ക്ക് കൂടിയാലേയുള്ളൂ. കാലത്തിനൊപ്പം മാഞ്ഞു പോകുന്ന അത്യപൂർവം നാടൻ പാട്ടുകളുടെ വലിയ ശേഖരവും ഇവരുടെ പക്കലുണ്ട്. അരവ് പാട്ടും കല്യാണപ്പാട്ടുമെല്ലാം അതിലുൾപ്പെടും. പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിറഞ്ഞാടുകയായിരുന്നു പ്രായം തളർത്താത്ത ഈ കലാകാരി. നമ്മൾ കല്യാണ വീട്ടിലെല്ലാം അരവിനും ഇന്ന് മിഷ്യനും കാര്യങ്ങളല്ലോ, അന്ന് കല്ലയിലുള്ള അരവാ. അപ്പം തേങ്ങ ചിരണ്ടുമ്പോൾ അരവിനും ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ അരക്കുന്നില്ല. അതിനൊരു സമയം പോക്കിന് നമ്മൾ ഒരു പുല്ലുവായി നിർത്തിട്ട് അതിൽ ഒരു പ്ലേറ്റും വെച്ച് വട്ടോട്ടിരുന്ന് അരക്കുന്ന ആൾ അരക്കും, നമ്മളിങ്ങനെ പാടും. പാടി അരച്ച് കൈതാളുമ്പോൾ നമ്മൾ മാറി അരക്കും. അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ഉണ്ടാവും. സംഭാവനയായിട്ട് എന്തെങ്കിലും ഓരോരുത്തരുടെ പ്രോത്സാഹനമായിട്ട് ആ പ്ലേറ്റിൽ എന്തെങ്കിലും ഇടും. അത് ഞാൻ രാവിലെ ആ കല്യാണ വീട്ടിൽ നിന്ന് ഓരോരാളങ്ങ് കൊണ്ടുപോകുന്നില്ല, അത് നമ്മൾ ആ കല്യാണ വീട്ടിൽ അവിടെ കൊടുക്കും. അവിടെ നിന്ന് രാവിലത്തെ ചായൻ്റെ കടിയായിട്ട് എന്തെങ്കിലും എല്ലാം അത് അതിനെ കൊണ്ട് മേടിക്കും. അങ്ങനെയല്ലേ സമയം പോക്ക്. പിന്നെ പാട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെല്ലാം പാടും. ഞാൻ ജോലിക്കെല്ലാം ഇറങ്ങി പോക്ക് തുടങ്ങിയാൽ ജോലി സ്ഥലത്ത് നിന്നെല്ലാം ഇങ്ങനെ പാടി അങ്ങനെ വന്ന് പിന്നെ വായനയിൽ കൂടി എല്ലാം കിട്ടിയൊരു കഴിവാണ്. പഴയകാലത്ത് കല്യാണ വീടുകളിൽ നിരനിരയായി അരവുകല്ലുകൾ വെച്ച് സ്ത്രീകൾ അവിടെ നിന്ന് അരച്ച് ആണ് കറികൾക്കൊക്കെയുള്ള കൂട്ടുകൾ ഒരുക്കിയിരുന്നത്. അന്ന് ഒരു ജോലിയുടെ അനായാസത്തോടു കൂടി ജോലി ചെയ്യാനായിട്ടാണ് അരവ് പാട്ട് ഇവർ പാടിക്കൊണ്ടിരുന്നത്. വടക്കൻ പാട്ട് പോലെയൊക്കെ അത് ഇന്നും നാണിയമ്മ ഹൃദ്യസ്ഥമാക്കി പല പല വേദികളിൽ പാടുന്നുണ്ട്, കല്യാണ വീടുകളിലും പാടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കോൽക്കളി ട്രൂപ്പിലും അവർ അംഗമാണ്. ഈ ഒരു പ്രായത്തിൻ്റെ അവശതകളൊന്നും നാണിയമ്മയുടെ അയലത്തെയോട് പോയിട്ടില്ല എന്ന് വേണ്ടി വരും പറയാൻ വേണ്ടി. ഏറ്റവും ഭംഗിയായി ചടുലമായ താളത്തിൽ അവർ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട് നാണിയമ്മയുടെ ഈ കലാപ്രകടനം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ദേശീയ സെപക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച തൃക്കരിപ്പൂരിൽ തുടക്കമാവും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കും. ചാമ്പ്യൻഷിപ്പ് വിളംബരപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഘോഷയാത്ര നടത്തി.
ജനപ്രതിനിധികളും സംഘാടക സമിതി ഭാരവാഹികളും നേതൃത്വം നൽകിയ വിളംബര ഘോഷയാത്രയ്ക്ക് ബാൻഡ് വാദ്യം അകമ്പടിയായി. കായിക സംഘാടകരും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ സുപക്താക്രോ ദേശീയ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകും. വൈകുന്നേരം 4 മണിക്ക് എം രാജഗോപാലൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. വടക്ക് കിഴക്കൻ മേഖലയിലെ മണിപ്പൂർ, ആസാം തുടങ്ങി 23 സംസ്ഥാനങ്ങളിൽ നിന്നായി കളിക്കാരും ഒഫീഷ്യൽസും പങ്കെടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പുകൾക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ഏഴോം നെരുവമ്പ്രത്ത് എം വിജിൻ MLA നിർവഹിച്ചു. സുസ്ഥിര വികസനത്തിന് NSS യുവത എന്നാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഡിസംബർ 21 മുതൽ 27 വരെ ജില്ലയിൽ 143 സ്കൂളുകളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. സുഹൃത കേരളം, കൂട്ടുകൂടി നാട് കാക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി തുടങ്ങിയ വിവിധ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പും ജില്ലാതല ഉദ്ഘാടനവും നെരുവമ്പ്രം UP സ്കൂളിൽ എം വിജിൻ MLA നിർവഹിച്ചു. മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഇന്ന് വളരെ പ്രസക്തമായ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ മുദ്രാവാക്യം ഒരുപക്ഷെ ഗുരുദേവൻ ലോകത്തോട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ലോകത്തോട് പങ്കുവച്ച അതേ ആശയം. ഏഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ കൈതപ്പുറം, K. മിനി, നാരായണൻ, VC ഷൈമ, PK വിശ്വനാഥൻ, PV ഗ്രീഷ്മ, AP വത്സല, PK ഭാർഗവൻ, HB ഉണ്ണികൃഷ്ണൻ, CK സജീവൻ, M. ബിജു, K. ദേവിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം ഏമ്പേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകുന്നു. 21ാം ദിവസം നടന്ന സമരം മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം ഏമ്പേറ്റിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം 21 ദിവസം പിന്നിട്ടു. ഏമ്പേറ്റ് ജംഗ്ഷനിൽ നിന്ന് മെഡിക്കൽ കോളേജ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാ കേന്ദ്രങ്ങളിലേക്കും ഉൾപ്പെടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. 21ാം ദിവസം നടന്ന സമരം മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം B. രമണി അധ്യക്ഷത വഹിച്ചു. P. രഞ്ജിത്ത്, PV ഗോപാലൻ, MB ഉണ്ണികൃഷ്ണൻ, MV ജനാർദ്ദനൻ, ചാലിൽ ദാമോദരൻ, E. തമ്പാൻ, തോമസ് A എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ 2ാം ഘട്ട പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് അംഗം P. പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കൃഷി ചെയ്ത ജൈവ പച്ചക്കറി കൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് പറവൂർ മൂടേങ്ങയിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം P. പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. ആ പെരുങ്കളിയാട്ടക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അന്നദാനമാണ്. ക്ഷേത്രാങ്കണത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നമൂട്ടുക എന്ന വലിയ ദൗത്യമാണ് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബാല്യക്കാരും അവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാ കാവുകളിലും ഏറ്റെടുത്ത് നടത്തുന്നത്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ K. കുഞ്ഞിരാമൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ മാസ്റ്റർ, VP മോഹനൻ, PC നാരായണൻ, മധു K, VP കൃഷ്ണൻ, PV ബാലകൃഷ്ണൻ, TV ഷൈജു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി അംഗങ്ങൾ, ബാല്യക്കാർ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PC ബാലകൃഷ്ണൻ സ്വാഗതവും മാതൃസമിതി അംഗം രമ്യ വിജയൻ നന്ദിയും പറഞ്ഞു. 2025 ജനുവരി 25, 26, 27, 28 തീയതികളിലാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല അണ്ടർ 15 ബോയ്സ് പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വെള്ളൂർ GGHSSലെ 7ാം തരം വിദ്യാർത്ഥി KP ഹരിനന്ദ് ചാമ്പ്യനായി. കരിവെള്ളൂർ AVS GHSSലെ ജുവൽ ജയൻ 2ാം സ്ഥാനം നേടി. പയ്യന്നൂർ CRM ബാഡ്മിന്റൺ അക്കാദമി ഇൻഡോർ കോർട്ടിൽ പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. SSLC ഫസ്റ്റ് ആയിരുന്നു. അപ്പോഴേ ലോങ് ജമ്പിൽ അദ്ദേഹത്തിന് താല്പര്യമായി.
അത് പറഞ്ഞ് പ്രീ ഡിഗ്രി പറഞ്ഞു. പ്രീ ഡിഗ്രി ഈ വീട്ടുകാർ പറയും നീ ചാടാനും ഓടാനും പോകണം, നീ പഠിക്കുന്ന എന്നാലും സ്പോർട്സിൽ പങ്കെടുത്ത 100 മീറ്റർ ഈ പിന്നെ ലോങ് ജമ്പ് അതുപോലുള്ള സ്പ്രിന്റ് ഐറ്റംസിലും ഫസ്റ്റ് വാങ്ങിക്കും. +2 നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി ഇവനങ്ങനെ കളിക്കാൻ വിട്ടാൽ ശരിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്. കെ വി ഹരിദാസ് അധ്യക്ഷനായി. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ, പി വി രാജേന്ദ്രൻ, എം നൌഷാദ്, പ്രകാശൻ പയ്യന്നൂർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കായിക താരങ്ങളായ വി എം ദാമോദരൻ, സി നാരായണൻ നായർ, കെ രവീന്ദ്രൻ, മോഹനൻ, ടി വേലായുധൻ എന്നിവരെ ആദരിച്ചു. ഓൾ കേരള അണ്ടർ ഓപ്പൺ ടൂർണമെന്റ് അണ്ടർ 11 ഡബിൾസിൽ ജേതാക്കളായ ഇഷാൻ ദേവ്, ബി മയൂഖ് സുന്ദർ എന്നിവരെ അനുമോദിച്ചു. സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളമ്പ് രോഗം മൂലം കറവ പശുക്കൾക്ക് നാശമുണ്ടായ പ്രദേശങ്ങളിലെ ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് പുതുതായി പശുക്കളെ വാങ്ങുന്നതിനുള്ള പദ്ധതിയിൽ റിവോൾവിംഗ് ഫണ്ട് വിതരണം നടത്തി. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തടിയൻകോവൽ, പോത്താങ്കണ്ടം, നെടുമ്പ, മാണിയാട്ട്, നാലിലാങ്കണ്ടം ക്ഷീരകർഷക സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള കർഷകർക്ക് 2 വീതം കറവ പശുക്കളെ വാങ്ങുന്നതിനുള്ള പലിശരഹിത വായ്പയായാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 5 ക്ഷീരസംഘങ്ങൾക്ക് 8000 രൂപ വീതമാണ് കൈമാറിയത്. ഒരു സംഘത്തിലെ 2 കർഷകർക്ക് 40,000 രൂപ വീതമാണ് റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്യുന്നത്. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർദ്ധിച്ചു വരുന്ന രോഗം വന്നപ്പോഴും നമ്മുടെ കർഷകർ അന്താളിച്ചു, മരിച്ചു വീഴുന്ന സ്ഥിതി വന്നു. അപ്പം ചികിത്സയുടെ ഒരു സൗകര്യം, അതിൻ്റെ ഒരു ലഭ്യത കുറവ്, അപര്യാപ്തത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സങ്കര ഇനം പശു. ഞങ്ങളിപ്പോൾ കാസർഗോഡ് കുള്ളം പശുവൊക്കെ കണ്ടു, കുറേ ഫാമിലൊക്കെ പോയി. പക്ഷെ കുള്ളം പശുവിന് പാല് കുറച്ചല്ലേ കിട്ടുന്നു. അപ്പൊ സങ്കര ഇനം പശുവിന് നമുക്ക് താങ്ങാനാവാത്ത വിലയാണ്. ഇവിടെ കർഷകരെ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ താങ്ങാനാവാത്ത വില. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ടി വി ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 2 പശുക്കളുടെ വിതരണം ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗോവർദ്ധനി പദ്ധതി 2024-25 ഉദ്ഘാടനം പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്ന ഗോവർദ്ധിനി പദ്ധതി 2024-25 നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ വെറ്റിനറി പോളിക്ലിനിക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് വി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതേപോലെ തന്നെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായി കന്നുകുട്ടികളെ വളർത്തുകയും ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഡോക്ടർക്ക് നിർദ്ദേശിക്കുന്ന രീതിയിലും ഒക്കെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്തരത്തിൽ വിജയകരമായി ഈ പദ്ധതി നമുക്കിവിടെ നടപ്പിലാക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാം. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷം നമുക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം സർക്കാരിന്റെ വിഹിതം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അബ്ദുൽ ഹക്കീം, രാഘവൻ പള്ളിപ്പുറം, ഡോക്ടർ ഒറിൻ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് കുട്ടികൾക്കായി സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് തുടങ്ങി. മാടായിപ്പാറ പഞ്ചായത്ത് മൈതാനത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലത്ത് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 100ഓളം കുട്ടികളാണ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മുൻ ഐ ലീഗ് ഗോൾ കീപ്പർ പി ഷിയാസ്, പ്രശാന്ത് മുട്ടത്ത്, പ്രേംനാഥ് എന്നിവരാണ് പരിശീലകർ. ഓരോ വർഷവും ഓരോ പ്രോജക്റ്റുകളാണ് പഞ്ചായത്ത് അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തെ പഞ്ചായത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിട്ട്, അഭിമാന പ്രൊജക്റ്റായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കുട്ടികളെ നന്നായിട്ട് ഫുട്ബോൾ പരിശീലിപ്പിക്കുക, അതിലൂടെ അവർക്ക് കായിക ക്ഷമത ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയാണ്. എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഈ പദ്ധതിയിൽ, ഈ പരിപാടിയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്.
പരിശീലനത്തിന്റെ ഉദ്ഘാടനം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ നിർവഹിച്ചു. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയാണ് പരിശീലനം. കുട്ടികൾക്ക് ഭക്ഷണവും നൽകുന്നുണ്ട്. നമ്മൾ പല പല സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ GWPS ഭയങ്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ പുതിയങ്ങാടിയിൽ നിന്നും വാർഡിൽ എല്ലാ സ്കൂളിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ഒന്നിച്ച് ഇങ്ങനെ ഒരു കായികത്തിൽ ഏർപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മാടായിപ്പാറയിലുള്ള പഞ്ചായത്തിന്റെ മൈതാനിയിലാണ് പരിശീലന ക്യാമ്പ് നടക്കുന്നത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും ജേഴ്സിയും പഞ്ചായത്ത് നൽകും. അപ്പോൾ ഈ 8 ദിവസത്തിനുള്ളിൽ ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിലൂടെ ഒരുപാട് നല്ല കളിക്കാരെ വാർത്തെടുക്കുക എന്നും കൂടിയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നവീകരിച്ച അൽനെല്ലൂർ പെർഫ്യൂം ലാബ് പയ്യന്നൂർ ആലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച അൽനെല്ലൂർ പെർഫ്യൂം ലാബ് പയ്യന്നൂർ ആലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അൽനെല്ലൂർ പെർഫ്യൂം ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സുഗന്ധം ആസ്വദിക്കാനും ഊതും മറ്റ് ഊതുൽപ്പന്നങ്ങളും പർച്ചേസ് ചെയ്യാൻ അറബികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിനകം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ അൽനെല്ലൂർ പെർഫ്യൂം ലാബ് ആലക്കാട്ടെ വീട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന ആമുഖ ഭാഷണ പരിപാടി CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന ആമുഖ ഭാഷണ പരിപാടി CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, പഴയകാല ചരിത്രം നന്നായിട്ട് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ വന്ന വഴികളെല്ലാം നമ്മൾ മറക്കും. പുതിയ കാലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരാണിപ്പോൾ. നമുക്ക് വലിയ ആവരാതിയും വേവരാതിയും ഒന്നുമില്ല. നമ്മളിപ്പോൾ നന്നായി പഠിച്ച് വളരാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം പ്രത്യേകിച്ച് ഈ കേരളത്തിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തനിക്കിഷ്ടമുള്ള വസ്ത്രം നമുക്കിപ്പോൾ ധരിക്കാം. ചടങ്ങിൽ V ഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. VV ഭാസ്കരൻ, P അജിത്, IC ശ്രീകുമാരൻ മാസ്റ്റർ, ജയശ്രീ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഏകദിന പഠനയാത്ര സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളാണ് പഠനയാത്രയിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായി ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരിപുരം യൂണിക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മാടായി BRC ജില്ലാതല ഇൻക്ലൂസീവ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. യൂണിക് സ്പോർട്സ് സെന്ററിൽ നടന്ന ടൂർണമെന്റ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ജില്ലയിലെ 7 BRCകളിൽ നിന്നായി 13 ടീമുകൾ മാറ്റുരച്ചു. AV സതീശൻ അധ്യക്ഷത വഹിച്ചു. മാടായി BPC MV വിനോദ്, SA ജീവാനന്ദ്, SV അബ്ദുൾ റഷീദ്, K രഞ്ജിത്ത്, P ബദ്രുദ്ദീൻ, കിരൺ ബാലകൃഷ്ണൻ, K സതീശൻ, ഷീബ മാർഗരറ്റ്, M പ്രജിഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുണിയനിൽ ഇനി കബഡി മാമാങ്കം. കുണിയൻ യുവതാര ആതിഥ്യമരുളുന്ന പുരുഷ വനിതാ കബഡി മത്സരങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാവും. കബഡിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കുണിയനിൽ വീണ്ടും കബഡി മാമാങ്കം വന്നെത്തുകയായി. കബഡിയിൽ നിരവധി താരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും കബഡി എന്ന കായിക വിനോദത്തെ ജനകീയമാക്കുന്നതിലും യുവതാര വഹിച്ച പങ്ക് ചെറുതല്ല. ക്ലബിന്റെ അകംനിറയെ അലങ്കരിക്കുന്ന ട്രോഫികൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. യുവധാര സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 37ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടാണ് കബഡി മത്സരം സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 50ഓളം ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കബഡി ടൂർണമെന്റ് നടക്കുന്നത്. കുണിയൻ തെക്കുഭാഗത്താണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കബഡി രംഗത്ത് നിരവധിയായിട്ടുള്ള ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഈ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന കേരളോത്സവം, അതേപോലെ തന്നെ സംസ്ഥാന ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ടീമുകളിലൊന്നാണ് കുണിയൻ യുവതാര സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. ടൂർണമെന്റിന്റെ ഭാഗമായി നടക്കുന്ന പ്രദർശന മത്സരത്തിൽ യുവധാര കുണിയൻ പ്രിയദർശിനി ഇടയിലക്കാടിനെ നേരിടും. M വിജിൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. യുവധാരയുടെ നേതൃത്വത്തിൽ കബഡി ടൂർണമെന്റ് നടത്തുന്നതിൽ അഭിമാനമുണ്ടെന്ന് ക്ലബിന്റെ അമരക്കാരനായ കുഞ്ഞികൃഷ്ണൻ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആലക്കാട് ശ്രീ കളരിക്കൽ ക്ഷേത്രം മേൽപ്പന്തൽ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പന്തൽ സമർപ്പണം നിർവഹിച്ചു. ആലക്കാട് ശ്രീ കളരിക്കൽ ക്ഷേത്രം മേൽപ്പന്തൽ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഒരു ജാതിയുടെയും മതത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കൃതി ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. വ്യക്തികൾ, ഭാഷകൾ, വസ്ത്രധാരണ, ഭക്ഷണരീതി, അങ്ങനെ ആചരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കാലഭേദങ്ങളും മതഭേദങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഉള്ളതാണ് വൈവിധ്യങ്ങൾ കൊണ്ട് നിറയുന്ന. പക്ഷേ ഈ വൈവിധ്യങ്ങളൊക്കെ തന്നെ സാങ്കേതികത്തിലും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതീയ ദർശനത്തിന്റെയും സംസ്കാരത്തിന്റെയും അർത്ഥചൈതന്യമുണ്ട്. ആ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. തെക്കിനെയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പന്തൽ സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KV സുരേഷ് ബാബു, M ലീല, C രമേശൻ, EC സതി, KV ബാലകൃഷ്ണൻ, P ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗോവിന്ദൻ നമ്പൂതിരി, K ശ്രീജിത്ത്, M പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടം നിലമ്പണി അടിയന്തരം ഡിസംബർ 22 ഞായറാഴ്ച നടക്കും. ജനുവരി 25, 26, 27, 28 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ തായമ്പത്ത് തറവാട് ദേവസ്ഥാനം കളിയാട്ടം ഡിസംബർ 25, 26 തീയതികളിൽ നടക്കും. പ്രമാഞ്ചേരി ഭഗവതി, തൊണ്ടച്ചൻ, വിഷ്ണുമൂർത്തി, കുറത്തി, കൊണ്ടൂർ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മണ്ടൂർ അമ്പലം റോഡിന് സമീപം പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി കുളപ്പുറം ഒറന്നിടത്തുചാലിലെ KK ആദിത്യനാണ് മരണപ്പെട്ടത്. ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെ അമിത് ഷാ അവഹേളിച്ചു എന്നാരോപിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നു. DCC സെക്രട്ടറി AP നാരായണൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദയ ഖാദി കേന്ദ്രത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സെപ്പത്താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച തൃക്കരിപ്പൂർ തുടക്കമാവും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കും. ചാമ്പ്യൻഷിപ്പ് വിളംബരപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഘോഷയാത്ര നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.